മോളെ പനി മാറി വന്നപ്പോൾ നേരെ പനി എനിക്കും ശ്രീയേട്ടനായി. അങ്ങനെ അവളെ ശ്രീയേട്ടൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോകുന്നത്. അപ്പോൾ അവളെ കൊണ്ടുപോയി ശരിയാവില്ല. അപ്പോൾ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങിയാൽ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികളും മുതിർന്നവരും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഞാൻ മഴ ആസ്വദിച്ച് നിന്നു. ചേട്ടൻ ഷീട്ടെടുക്കാൻ പോയി. ഷീട്ടെടുക്കാൻ പോയ വ്യക്തി എൻ്റെ ഏജ് തെറ്റിച്ച് പറഞ്ഞാണ് വന്നത്. നമ്മൾ കറക്റ്റ് ഏജ് തന്നെ പറയുക, കാരണം അതനുസരിച്ചാണ് ഡോസ് കൂടിയ കുറഞ്ഞ മെഡിസിനൊക്കെ തരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എപ്പോഴും നല്ല തിരക്കുണ്ടാവും. അപ്പം ഞങ്ങൾ മാറി മാറി ക്യൂവിൽ നിന്ന് ഡോക്ടറൊക്കെ കണ്ടു, മെഡിസിനൊക്കെ മേടിച്ചു. അപ്പോഴാണ് അമ്മ വിളിച്ചു പറഞ്ഞ് അവിടെ കണ്ട് കിടന്ന ഒരു ഐസ്ക്രീമിൻ്റെ ഡപ്പ കണ്ട് ഐസ്ക്രീമിന് വേണ്ടി കരയുന്നുണ്ടെന്ന്. പോകുന്ന വഴിക്ക് 2 ഐസ്ക്രീം മേടിച്ചു. എന്തിനാണ് 2 ഐസ്ക്രീം മേടിച്ചതെന്ന് അറിയില്ല. വീട്ടിലെത്തി അവൾക്ക് ഐസ്ക്രീമും കൊടുത്ത് അമ്മ കുറേ ചപ്പും തന്നു. അതെടുത്ത് നേരെ ഇക്കാൻ്റെ കടയിൽ പോയി ഞാനൊരു ചായയും വടയും കഴിച്ചു. അവൾ കുറേ മിഠായിയൊക്കെ പിറക്കുന്നുണ്ടായിരുന്നു. അപ്പം മിച്ച മുട്ടായൊക്കെ ഇപ്പം തന്നെ പൊട്ടിക്കിടന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലും ഭയങ്കര വാശിയായിരുന്നു. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്